ആ അയച്ചിരുന്ന പൈസ വരെ ഞാൻ ഇവനക്ക് അങ്ങോട്ട് അയച്ചു കൊടുക്കും. അതിനുശേഷം ഫസ്റ്റ് ടൈം ഞാൻ മഹർ വെച്ചപ്പോൾ എനിക്ക് ഉമ്മിച്ച് മഹർ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവന്റെ ഫ്രണ്ട്സ്, എല്ലാവർക്കും രുദ്രാർദ്ര 2000 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2 ദിവസം മുന്നേ ഒരു വീഡിയോ കാണാനിടയായി. ഒരു തസ്നിയ എമീർ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ വീഡിയോ ആണ് കണ്ടത്. വളരെയധികം വേദനയോട് കൂടിയാണ് ആ വീഡിയോ കണ്ടു തീർത്തത് കേട്ടോ. ആ വീഡിയോയിൽ കണ്ട ആ കുട്ടി പറയുന്ന ഓരോ കാര്യങ്ങളും പച്ചയായ ജീവിതാനുഭവങ്ങളാണ്. അത് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു ഹാർട്ടിൽ ടച്ച് ചെയ്തു. കാര്യം ഓരോ വീട്ടിലെയും പെൺകുട്ടികൾ ഇങ്ങനെയാണല്ലോ പറ്റിക്കപ്പെടുന്നത് എന്ന് ഓർക്കുമ്പോൾ വളരെയധികം വിഷമമുണ്ടായി. ഈ കഥ തസ്നിയ എമീറിനെ കുറിച്ച് ജസ്റ്റ് ഞാനൊരു സ്റ്റോറി പറയാം. എന്താണ് തസ്നിയ എമീർ, എന്താണ് സംഭവം എന്നൊക്കെ നമുക്കൊന്ന് അറിഞ്ഞതിന് ശേഷം എന്താണ് ആ കുട്ടി പറഞ്ഞതെന്ന് കാണാം. തസ്നിയ എമീർ അച്ഛൻ 1 വയസ്സിൽ ആ കുട്ടിയെ ഉപേക്ഷിച്ച് പോയതാണ്. പിന്നെ ഒരു സിംഗിൾ പേരൻ്റായിട്ട് അതിൻ്റെ ഉമ്മ അതിനെ വളർത്തിക്കൊണ്ട് വരുന്ന സമയത്ത് ഗൾഫിൽ ഗദ്ദാമയായിട്ട് ജോലിക്ക് പോവുകയും അവിടെ വെച്ച് ഒരു അമേരിക്കൻ കാരനുമായിട്ട് ഇഷ്ടപ്പെട്ട് വിവാഹിതയാവുകയും അവർ അമേരിക്കയിലേക്ക് പോവുകയും ചെയ്യുന്നു. അവർക്ക് ആ ഒരു വ്യക്തിയിൽ മക്കൾ ഒക്കെ ഉണ്ട്. അങ്ങനെ അവരവിടെ സെറ്റിലായി. തസ്നിയയ്ക്ക് അമേരിക്കയിലേക്ക് പോകാനുള്ള പേപ്പേഴ്സ് ഒന്നും റെഡിയാകാതെ വരികയും തസ്നിയ ഇവിടെ തന്നെ ബന്ധുക്കളോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ തസ്നിയയ്ക്ക് ഒരു അഫെയർ ഉണ്ടാകുന്നു. അഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് ഇത്ര നാളും ലഭിക്കാതെ പോയ ഈ അഫെയറുകളെല്ലാം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുന്നവർ, അതായത് എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നവർ, ഇപ്പം വിവാഹബന്ധം കഴിഞ്ഞിട്ടായാലും അതിന് മുമ്പിട്ടുള്ളവരാണെങ്കിലും എന്തൊക്കെയോ ലഭിക്കാതെ പോയ കാര്യങ്ങൾ മറ്റൊരാളിൽ നിന്ന് ലഭിക്കുമ്പോഴാണ് അവർ ആ ഒരു രീതിയിലേക്ക് പോകുന്നത്. അത് നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്. തസ്നിയ വിവാഹത്തിന് മുന്നേ, അതായത് ഒരു പയ്യനെ സ്നേഹിക്കുന്നു, ആ പയ്യനെ തന്നെയാണ് തസ്നിയ വിവാഹം കഴിക്കുന്നത്. അതായത് വീട്ടുകാർ ഭയങ്കരമായിട്ട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. എന്നിരുന്നാലും ആ പ്രേമം അസ്ഥിക്ക് പിടിച്ച് 2 പേരും വിവാഹിതയാകുന്നു. വിവാഹം കഴിച്ചതിന് ശേഷം അവൻ ദുബായിലാണ് ജോലി. നേരെ ദുബായിൽ പോകുന്നു. ഒരു കുട്ടിയുണ്ടായി. ആ കുട്ടിയുമായിട്ടൊക്കെ നല്ലതുപോലെ ജീവിക്കുന്നു. ഒരുപാട് ഡ്രഗ്സും അതുപോലെ ഡ്രിങ്കും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ക്യാരക്ടറുള്ള ഹസ്ബൻഡ്, 2 മുറിയുള്ള ഒരു വീട്ടിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിൽ ഒരുപാട് ഫ്രണ്ട്സ് വന്ന് ഇടപെടുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ തസ്നിയ വീണ്ടും പ്രഗ്നൻ്റ് ആവുന്നു. ട്വിൻസാണ് അവർക്കുണ്ടാകുന്നത്. ആ ടൈമിൽ നാട്ടിലേക്ക് എത്തുന്ന തസ്നിയ ഇനി മൂത്ത കുട്ടിക്ക് എനിക്ക് തോന്നുന്നു പാലുകുടി പോലും മാറാത്ത ഒരു പ്രായമുള്ള കുട്ടിയാണ് മൂത്ത കുട്ടി. ആ ടൈമിലാണ് 2ാമത് ക്യാരിയിങ് ആവുന്നത്. ആ ടൈമിൽ എങ്ങനെ അവരെ 3 പേരെയും അച്ഛൻ ജനിച്ച കുട്ടി കയ്യിലുള്ള കുഞ്ഞു വാവയും അതുപോലെ 2 കുഞ്ഞുങ്ങളെ വയറ്റിൽ വിട്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാത്ത സാഹചര്യത്തിൽ അതെല്ലാം തരണം ചെയ്ത് തസ്നിയ ഓപ്പറേഷനായിരുന്നു. 2 കുഞ്ഞു മക്കൾക്ക് ജന്മം കൊടുക്കുന്നു. അപ്പം ഇതാണ് തസ്നിയയുടെ സ്റ്റോറി. ഈ ടൈമിലും തൻ്റെ ഹസ്ബൻഡിനെ അകമഴിഞ്ഞ് വിശ്വസിക്കുകയാണ് തസ്നിയ. തൻ്റെ ഹസ്ബൻഡിന് തൻ്റെ അമ്മ അയച്ചു തരുന്ന കാശ് അങ്ങോട്ട് അയച്ചു കൊടുത്ത് ഹസ്ബൻഡിന് സ്നേഹത്തോടെ നിൽക്കുന്ന ഒരു വൈഫാണ് തസ്നിയ. ആ ടൈമിലാണ് ഫാരിയുടെ ഫാരി നാട്ടിലേക്ക് വരുന്ന സമയത്ത് മറ്റൊരു പെൺകുട്ടിയുമായി ഇയാൾ ബന്ധത്തിലേർപ്പെടുകയും എല്ലാ രീതിയിലുള്ള ബന്ധത്തിലേർപ്പെടുകയും ചെയ്യുന്നു. ഇത് തസ്നിയ കണ്ടെത്തുകയും തുടർന്നുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. എന്നിട്ട് പോലും തൻ്റെ ഹസ്ബൻഡിനെയോ ആ കുട്ടിയോ പിക്ക് കാണിച്ച് സോഷ്യൽ മീഡിയയിൽ മോശക്കാരാക്കാൻ ശ്രമിക്കുന്നില്ല. അതാണ് ഒരു ഭാര്യ എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടി എന്ന് പറയുന്നത്. എത്ര വിഷമിച്ചാലും തൻ്റെ ഹസ്ബൻഡിനെ അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് റെഡിയാകില്ല. ഓക്കെ, നമുക്ക് തസ്നിയ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കണ്ടതിന് ശേഷം വന്നിട്ട് തസ്നിയ പറഞ്ഞ കാര്യങ്ങൾ കണ്ടിട്ട് ശേഷം ബാക്കി കാര്യങ്ങളെക്കുറിച്ച് പറയാം. അങ്ങനെ ആക്കി തന്നെ അങ്ങനത്തെ ഇതില് ആ സമയത്ത് അതേപോലെ പിന്നെയാണ് അറിയുന്നത്. ഈ എന്നെ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പെണ്ണ് ബാക്കിലുണ്ടാവും. എന്നിട്ട് ഇവര് രണ്ടാളും കൂടിയിട്ട് എന്തെങ്കിലും എന്താ പറയാ അറിഞ്ഞുകൊണ്ടാണ് തസ്നിയ ഓരോ കാര്യങ്ങളും പറയുന്നത്. ഈ ഒരു സംഭവം എൻ്റെ ഒരു ഫ്രണ്ടിന് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇതേ സെയിം ഈ ഒരു വീഡിയോ കണ്ട് റിയാക്ട് ചെയ്യാനുള്ള കാരണം തന്നെ ഇതുപോലെ ഒരു അനുഭവം എൻ്റെ ഒരു ഫ്രണ്ടിനുണ്ടായിട്ടുണ്ട്. അതായത് മാരേജ് കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയ ടൈമിൽ ഈ ഹസ്ബൻഡിന്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡിന് ഒരു
മറ്റു പെൺകുട്ടിയുമായിട്ട് ബന്ധമുണ്ടാവുകയും ഈ കുട്ടി പ്രഗ്നൻ്റ് ആയ സമയത്ത് തന്നെ വീട്ടിൽ പോകുന്ന സമയത്തും നൈറ്റിലും ഡേ ആൻഡ് നൈറ്റിൽ കോളും അവരുടെ യാത്രകളും അവരുടെ ഒരു രീതികളും, അതായത് ആ കുട്ടി ഡെലിവറി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന സമയത്തും ഹോസ്പിറ്റലിൽ കിടക്കുന്ന കുഞ്ഞ് എന്തോ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് പോലും ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചോട്ടെ എന്നുള്ള രീതിയിൽ പോലും ഈ ഹസ്ബൻഡും മറ്റേ ആ കാമുകിയുമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളും ചാറ്റുകളും ഫുള്ളും എൻ്റെ ഫ്രണ്ട് കണ്ടുപിടിക്കുകയും. പക്ഷേ ഇതിൽ സൊസൈറ്റി എന്നൊരു സംഭവം, ഇപ്പം തസ്നിയ ഇങ്ങനെ പുറത്ത് വന്ന് ലൈവിലൂടെ ഇങ്ങനെ വീഡിയോയിലൂടെ പുറത്ത് പറയുന്ന ആ ഒരു ധൈര്യം എൻ്റെ ആ ഒരു ഫ്രണ്ടിന് അന്ന് ഉണ്ടായിരിക്കില്ല. കാര്യം സൊസൈറ്റിയെ പേടിച്ചിട്ടായിരിക്കണം. ഇന്നും അവൾ ആ ഒരു ലൈഫുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഒരു കല്ല് കടിച്ച ഒരു കുടുംബത്തിൽ പിന്നെ അതൊരിക്കലും നേരെയാവില്ല. നമ്മളിങ്ങനെ ഏച്ച് കിട്ടിയ മുഴിച്ചിരിക്കും എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് സംഭവം. അതായത് പിന്നെയും ഈ ഒരു ക്യാരക്ടർ ഞാൻ പറയട്ടെ, ഇങ്ങനെ ബന്ധം ഉള്ള പുരുഷന്മാർക്ക് അവരുടെ വൈഫുമാരെ, അതായത് ഭാര്യമാരെ ഭയങ്കര സംശയമായിരിക്കും. കാര്യം അവരെങ്ങനെയാണോ, അവരുടെ ക്യാരക്ടർ എങ്ങനെയാണോ ആ ഒരു ക്യാരക്ടർ ആയിരിക്കും. അപ്പോൾ അവർക്ക് മറ്റൊരു പെൺകുട്ടിയായിട്ട് ബന്ധമില്ലേ, അപ്പോൾ അവരെങ്ങനെയൊക്കെയാണോ ഒളിച്ച് ഇതൊക്കെ ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും തൻ്റെ ഭാര്യ എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊരു തെറ്റായ ധാരണ എപ്പോഴും ഇവർക്കൂടെ ഉണ്ടാവും. അതിലൂടെ എൻ്റെ ഫ്രണ്ട് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് നമുക്കറിയാം. നമ്മൾ ഫ്രണ്ട്സിനിടയിലൊക്കെ ഡിസ്കഷനിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോഴെല്ലാവരും ചൂസ് ചെയ്ത്, നമ്മുടെ കൂട്ടുകാരൊക്കെ ഒരുപാട് പേര് ഓപ്റ്റ് ചെയ്തൊരു ഓപ്ഷനാണ് ഡിവോഴ്സ്, മ്യൂച്വലായിട്ട് ഡിവോഴ്സ് ചെയ്ത് ഡിഫറെൻ്റ് ആവുക, അതേ നിങ്ങളുടെ ഒരു ലൈഫ് മുന്നോട്ട് പോകാൻ നല്ലതെന്ന് പറയുമ്പോൾ സൊസൈറ്റിയും പേരൻസിനെയും പിന്നെ ഒരു കുഞ്ഞുണ്ടല്ലോ ആ കുഞ്ഞിനെയൊക്കെ വെച്ചിട്ട് ആ ലൈഫിൽ തന്നെ കടിച്ചു തൂങ്ങിയാണ് ആ കുട്ടി ഇപ്പോഴും ജീവിക്കുന്നത്. പക്ഷേ സമാധാനം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സമാധാനം ഉണ്ടോയെന്ന് നമുക്കറിയില്ല. കാര്യം എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരിക്കും ആ ലൈഫിൽ. കാര്യം അങ്ങനെയേ വരുള്ളൂ. കാര്യം ഇവരുടെ ക്യാരക്ടർ ഓൾറെഡി ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടികൾ എന്ത് ചെയ്താലും, ആരെങ്കിലുമായിട്ട് സംസാരിച്ചാലും ജസ്റ്റ് കോൾ ചെയ്താലും, നമ്മൾ ഫ്രണ്ട്സിനെ തന്നെ വിളിച്ചാൽ തന്നെ, അപ്പോൾ നമ്മുടെ ഗ്രൂപ്പുകളുണ്ട്, +2 ഗ്രൂപ്പ്, ഡിഗ്രി ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, അതിലെല്ലാം ആ കുട്ടി എക്സിറ്റ് ആണ്, അതിലില്ല ആ കുട്ടി. കാര്യം അവൾക്ക് പേടിയാണ്. ബോയ്സ് ഉള്ള ഗ്രൂപ്പ് നമുക്കൊരു +2 ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. ആ ഒരു ഗ്രൂപ്പിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ തൻ്റെ ഹസ്ബൻഡ് കണ്ടത് പ്രശ്നമാവോ, അത് കാഷ്വൽ ടോക്കായിരിക്കും. ഇപ്പം നമ്മൾ മനസ്സിൽ നിഷ്കളങ്കമായിട്ടിരിക്കുന്നവർക്ക് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിനെ കാണുമ്പോൾ ചെന്ന് കൈ ഷേക്ക് ഹാൻഡ് കൊടുക്കുകയോ അല്ലെങ്കിൽ എന്താടാന്ന് ചോദിച്ചാൽ നമ്മൾ തോളെ തട്ടുകയോ അല്ലെങ്കിൽ എന്താ നമ്മൾ കുറച്ചൊന്ന് അടുത്തിടപഴകുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്യാരക്ടറുള്ള വ്യക്തികൾ വെച്ചാൽ ഓൾറെഡി ഇവർക്ക് ഇങ്ങനൊരു ഇല്ലീഗൽ റിലേഷൻസ് ഉള്ള വ്യക്തികൾ എല്ലാം അത് നെഗറ്റീവായിട്ടേ കാണുള്ളൂ. അതാണ് അവളുടെ ലൈഫിൽ ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. ഓക്കെ, നമുക്ക് തസ്നിയയുടെ ലൈഫിലേക്ക് തന്നെ തിരിച്ചു വരാം. ആ കുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ. പക്ഷേ ഈ സെയിം ഇൻസിഡൻറ്റ് തന്നെയാണ് കേട്ടോ ആ ഒരു ലൈഫിൽ നടക്കുന്നത്. അതായത് ഇവിടെ പെയിൻ വന്ന് ഓപ്പറേഷനാണ് ആ കുട്ടിക്ക് നടന്നത്. ആ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് തൻ്റെ മക്കളുമായിട്ട് കിടന്ന് അനുഭവിക്കുക. ആ സമയത്തുണ്ടാകുന്ന ഡിപ്രഷൻ ഉണ്ടല്ലോ, ഭയങ്കര വലുതാട്ടോ. സത്യം എനിക്കും ആ ടൈം നമുക്കറിയത്തില്ല ഡിപ്രഷൻ. എനിക്ക് 2 മക്കളാണ്. ഈ 2 മക്കളുടെ സമയത്ത് ഈ ഒരു ഡിപ്രഷൻ എനിക്കും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമുക്കത് ആ സമയത്തൊന്നും അറിയില്ല. നമ്മുടെ ഈ ഡെലിവറി കഴിഞ്ഞുണ്ടാകുന്ന ഓരോ മൂഡ് ചേഞ്ച്, ഓരോ സമയത്തും ഓരോ വ്യത്യാസങ്ങൾ വരും. കുഞ്ഞുറക്കമില്ല, കുഞ്ഞുറങ്ങാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഉറക്കമില്ല. നമ്മുടെ പേരൻസിനോടും മക്കളോടും, അതായത് ഈ കുഞ്ഞുങ്ങളോടും ഒക്കെ നമുക്ക് ദേഷ്യം വരും, ഹസ്ബൻഡിനോടും ഒക്കെ ദേഷ്യം വരും. കാര്യം ആ ഒരു ടൈമിലുണ്ടാകുന്ന ആ ഒരു ഡിപ്രഷനാണ് അതിന് കാരണം. പക്ഷേ ആ ടൈമിലൊന്നും അറിയില്ല കേട്ടോ ഇതൊരു ഡിപ്രഷനാണ് എന്നൊന്നും അറിയത്തില്ല. എൻ്റെ ടൈമിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ മൂത്ത മോൾക്ക് 10 വയസ്സായി, ആ ടൈമിലാണ് പറയുന്നത്. ഇളയ മോൾക്ക് 4 വയസ്സ്. ഈ 2 ടൈമിലും എനിക്ക് ഈ ഡിപ്രഷൻ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് കേട്ടോ ഞാൻ. കാര്യം ഒരു വല്ലാത്തൊരു സ്റ്റേജാണ് കേട്ടോ. നമുക്ക് ജീവിക്കണോ മരിക്കണോ ആ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകും. എനിക്കത് പറയുമ്പോൾ സങ്കടം വരുന്നുണ്ട്. കാരണം അതൊന്നും അവരാരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നോർക്കുമ്പം, മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്നോർക്കുമ്പോൾ വിഷമം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിപ്രഷനും അനുഭവിച്ച സമയത്താണ് ഈ 3 കുഞ്ഞുങ്ങളെ ആ കുട്ടി മെയിൻറ്റെയിൻ ചെയ്തതെന്ന് പറയുന്നത്. നമുക്ക് ആ കുട്ടി പറയുന്ന കുറച്ച് കാര്യങ്ങളോടെ കേട്ടിട്ട് വരാം. അതേപോലെ തന്നെ ഇവർ എൻജോയ് ചെയ്ത നിമിഷങ്ങൾ, അങ്ങനെയുള്ള കുറേ ഫോട്ടോസ് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ഫോട്ടോസും വീഡിയോസും എല്ലാം എൻ്റെ കയ്യിലുണ്ട് തെളിവായിട്ട്. പക്ഷെ ഞാൻ വീഡിയോയിൽ അത് ആഡ് ചെയ്യാത്തതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിൻ്റെ നിക്കാഹ് കഴിഞ്ഞതാണ്. നിക്കാഹ് കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടാൻ വേണ്ടി നിൽക്കുന്നതാണ് ചെക്കൻ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാത്തത്. ആ പെണ്ണിൻ്റെ ഫോട്ടോസും ഹസ്ബൻഡിൻ്റെ ഫോട്ടോസും ഒന്നും ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാത്തത്. എൻ്റെ ജീവിതവും പോയി, ഇനി വേറെ ഒരാളെ ജീവിതം കൂടി നശിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതൊന്നും ചെയ്യാത്തത്. വീഡിയോസൊക്കെ കണ്ട സമയത്ത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഞാൻ സ്റ്റക്കായി പോയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ സത്യമായിട്ട് സ്റ്റക്കായി പോകും. കാരണം നമ്മളെ
ഭർത്താവിന് വേറൊരു ഇതുണ്ടെന്ന് പറയുമ്പോൾ എങ്ങനെ നമ്മൾ സ്റ്റക്കായി പോകും. ആ സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇതിപ്പോൾ പണ്ടത്തെ ഫോട്ടോ അങ്ങനെ ആയിരിക്കും, എന്തായാലും ഇപ്പം മക്കളൊക്കെ ആയില്ലേ, ഒരുമിച്ച് പോവാം, അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത്. അങ്ങനെ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് എൻ്റെ മൈൻഡ് ഓക്കെ ആകുന്നില്ല. ആ ടൈമിൽ ഞാൻ ഇങ്ങനെ വെറുതെ ഡേറ്റ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ട്വിൻസിനെ പ്രഗ്നൻ്റ് ആയ സമയത്ത്, പ്രസവിച്ച് കിടക്കുന്ന സമയത്ത്, ആ സമയത്തൊക്കെ ഉണ്ടല്ലോ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്തിട്ട് വേദന. ഈ 3 മക്കളെ എടുത്തിട്ട് രാത്രി ഉറങ്ങലില്ല, 3 മണി 4 മണിക്കൊക്കെയാണ് ഉറങ്ങല്. ആ സമയത്താണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു ഡിപ്രഷൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതെൻ്റെ ശരിക്കും പറഞ്ഞാൽ അതെൻ്റെ അവസ്ഥയായിരുന്നു ആ സമയത്ത്. ആ സമയത്തൊക്കെ ഒട്ടും ഉറങ്ങൂല. 3 ആൾ എൻ്റെ അടുത്തേ കിടക്കുള്ളൂ, വേറൊരാളെടുത്ത് കിടക്കൂല. മൂത്തതാണെങ്കിലും മറ്റേ 2 പിള്ളേരാണെങ്കിൽ എൻ്റെ അടുത്ത് മാത്രമേ കിടക്കുള്ളൂ. 2 ഒരുമിച്ച് പാൽ കൊടുക്കല്, മറ്റേ മൂത്ത മോനും പാലുകൂടിയൊന്നും നിർത്തിയിട്ടില്ലായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഞാൻ നോക്കുന്ന സമയത്ത് ഇവരും ആ പെണ്ണ് കൂടിയിട്ട് അവിടുന്ന് ഫുള്ള് ഇങ്ങനെ കുറച്ചൊന്ന് എന്താ വിഷമം. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നേരിട്ട് അനുഭവമുള്ളൊരു കാര്യം. സത്യം ഈ ഒരു വീഡിയോ കണ്ടപ്പം ആ അനുഭവം എൻ്റെ മുന്നിൽ അതേപോലെ സംഭവിച്ചു. എന്നുവെച്ചാൽ ഈ സെയിം കഥയാണ് എൻ്റെ കൂട്ടുകാരുടെ കഥ, സെയിം കഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അതേപോലെ അനുഭവിച്ചു എന്ന് ഓർക്കുമ്പോൾ ഉണ്ടല്ലോ, മനസ്സിൽ ഭയങ്കര വിഷമം വരുന്നു. കാര്യങ്ങൾ പറയാൻ എന്തൊക്കെയോ പറയണം എന്നുണ്ട്, പക്ഷെ ഒന്നും പറയാൻ പറ്റുന്നില്ല. കാര്യം ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ പ്രഗ്നൻ്റ് ആ ഡെലിവറി ടൈമിൽ ഇപ്പം ട്വിൻസ് അല്ല, ഏത് ഒരു കുഞ്ഞിനെ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹസ്ബൻഡിൻ്റെ പരിപൂർണമായിട്ടുള്ള ഒരു സ്നേഹവും പരിചരണവുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ ഒരു ടൈമിൽ അവർ നമ്മളെ ചീറ്റ് ചെയ്തു എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം ഭയങ്കര വലുതായിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് ആ കുട്ടി ഇതിലൂടെ പറയുന്നത്. നമുക്ക് അതിൻ്റെ കുറച്ച് വോയിസ് കൂടെ ഉണ്ട്, അതൊക്കെ കേട്ടിട്ട് വരാം. അവസ്ഥ കണ്ടിട്ട് വീട്ടിൽ അടി ഉണ്ടാക്കിയിട്ട് ഞാൻ പിന്നെ ആ മഹർ കൊണ്ടായിട്ട് പണയം വെച്ചിട്ട് പിന്നെ അയച്ചു കൊടുത്ത്. ആ സമയത്ത് ഞാൻ ഉമ്മച്ചിയോട് എന്താ പറയുന്നറിയോ, ഉമ്മച്ചി പട്ടിണിയാണ് എനിക്ക് പണിയില്ലാത്തോണ്ടല്ലേ ഉമ്മച്ചി ചോദിക്കുന്നത്, അങ്ങനെ പറഞ്ഞിട്ട് മഹർ വരെ പണയം വെച്ചിട്ട് പിന്നെയും ഉമ്മച്ചി എടുത്തെടുത്ത് തന്നെ പിന്നെയും പണയം വെച്ചിട്ട് പൈസ അയച്ചു കൊടുത്തു. എന്നിട്ട് ഇവർ 2 ആളും കൂടിയിട്ട് അവിടുന്ന് ഫുള്ള് എന്താ പറയാ റൂം എടുത്ത് നിൽക്കല്. എങ്ങനെ അങ്ങനെ ഒരു മനുഷ്യനോട് ചെയ്യാൻ തോന്നുന്നത്? അങ്ങനെ ആക്കി തന്നെ അങ്ങനത്തെ ഇതില് ആ സമയത്ത് അതേപോലെ പിന്നെയാണ് അറിയുന്നത്. ഈ എന്നെ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പെണ്ണ് ബാക്കിലുണ്ടാവും. എന്നിട്ട് ഇവര് 2 ആളും കൂടിയിട്ട് എന്തെങ്കിലും എന്താ പറയാ എന്തായാലും പറയണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല. അങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ട് ഇവർ 2 ആളും അവിടുന്ന് ഫുള്ള് ഡാൻസ് കളി, ചട്ടിച്ചോറുന്ന പോക്ക്. ഞാൻ ഇവിടുന്ന് ഈ മക്കളെയും കൊണ്ട് അങ്ങനെ ഞാൻ ആ സമയത്ത് പ്രഗ്നൻസി ടൈമിൽ ഞാൻ നിങ്ങളോട് ഓൾറെഡി ഞാൻ പറഞ്ഞു, പാർട്ട് എടുത്തിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെയായിരുന്നു. പ്രസവം കഴിഞ്ഞാലെങ്കിലും ഇങ്ങനെ ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ പറയാം, നമ്മുടെ ഹസ്ബൻഡ് ചിലപ്പോൾ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനത് നമുക്കത് ക്ഷമിക്കാം. എന്താണെങ്കിലും ലഹരിയായിട്ടും എന്താണെങ്കിലും വേറെ എന്താണെങ്കിലും നമുക്ക് ക്ഷമിക്കാം. പക്ഷെ നമ്മളൊരു വാല്യൂ ഇല്ലാണ്ട് ഒരു അവിഹിതം തന്നെ പറയാല്ലേ, അവിഹിതത്തിനും കൂടെ പോകുന്ന സമയത്ത് എനിക്കത്. പക്ഷേ ഇങ്ങനൊരു ധൈര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇങ്ങനെ ഉണ്ട്, അതിന് ചാനലുണ്ട്, അതുകൊണ്ടൊക്കെ തന്നെ ഇതിങ്ങനെ തുറന്നു പറയുന്നുണ്ട്. പക്ഷെ സൊസൈറ്റി, പേരൻസ്, പിന്നെ നമുക്കുള്ള കുഞ്ഞുങ്ങൾ, ഇവരെയൊക്കെ ഓർത്തുകൊണ്ട് ഒരുവിധപ്പെട്ട പെൺകുട്ടികളെല്ലാം ഇതിനെയൊക്കെ അങ്ങ് മൂടി വയ്ക്കുകയാണ്. പക്ഷേ ഇതിനകത്തുള്ള ഒരു ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഇൻസിഡൻറ്റ് വെച്ച് ഞാൻ പറയാം. ഇവരുടെ തെറ്റുകൾ എപ്പോഴും ഈ മറ്റുള്ളവരുടെ മേളിൽ അഴിച്ചേൽപ്പിക്കുക ഇവർ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കാര്യം ഇവരിങ്ങനെ ഓൾറെഡി ഇങ്ങനെ തെറ്റ് ചെയ്തത് കൊണ്ട്. ഇപ്പം ഞാൻ തസ്നിയയുടെ കാര്യമല്ല പറയുന്നത്, എല്ലാവരുടെ കാര്യം പറയുന്നത്. ഈ മാരേജിന് ശേഷം ഇല്ലീഗലായിട്ട് റിലേഷനുള്ള ഏതൊരു വ്യക്തികളും, അവർക്ക് അങ്ങനെ റിലേഷൻ ഉണ്ട് എങ്കിൽ അവരുടെ വൈഫിനെ അല്ലെങ്കിൽ സിസ്റ്ററിനെ അല്ലെങ്കിൽ അമ്മയെ എല്ലാവരും ഇവരിങ്ങനെ ഡൗട്ട് അടിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് എല്ലാം ഡൗട്ടായിരിക്കും, സംസാരിക്കുന്ന ഡൗട്ട്, മിണ്ടുന്ന ഡൗട്ട്, എല്ലാം ഡൗട്ടായിരിക്കും. ഇത് മാറണ ഒരു എന്താ പറയുന്നത്, നമ്മൾ പറയുന്നൊരു സൈക്കോ ആണ് നമ്മൾ വട്ടാണെന്ന് തന്നെ നമുക്ക് പറയണം. അത്രമാത്രം ഒരു ഇതിലേക്ക് ഇത് പോകട്ടോ. ആരെ സംശയിക്കണമെന്ന് അവർക്ക് അറിയാൻ പറ്റത്തില്ല. കുഞ്ഞുമക്കളായാലും സംശയിക്കും, വലുതായാലും സംശയിക്കും. എന്ത് ചെയ്താലും ഇവർ ചെയ്ത തെറ്റുകളുണ്ടല്ലോ, ഇവരിനി എത്രമാത്രം അതിൽ നിന്ന് ഞാൻ അത് വിട്ട് കളഞ്ഞു എന്ന് പറഞ്ഞാലും ഇവരുടെ ഉള്ളിൽ ഞാനിങ്ങനെ ചെയ്തുകൊണ്ട് അവളും അങ്ങനെയായിരിക്കും ചെയ്യുന്ന ഒരു ചിന്ത എപ്പോഴും ഉള്ളിൽ കാണും. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് കാണുകയാണെങ്കിൽ എൻ്റെ ഒരു അഡ്വൈസാണ് കേട്ടോ, പിന്നെ ആ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകരുത്. അതായത് ക്ഷമിച്ച് എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ അച്ഛൻ വേണം, അല്ലെങ്കിൽ എൻ്റെ മക്കളൊക്കെ ഉള്ളവരാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്.
എൻ്റെ മക്കൾക്ക് അച്ഛൻ വേണം, വേറൊരാളെ വേണ്ട, ഫാമിലി മോശം പറയും, അങ്ങനെ ഒരു എൻ്റെ മക്കളുടെ അച്ഛൻ അങ്ങനെ ഒരു ബന്ധമാണ്, അതൊന്നും നോക്കിയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലൈഫ് ഭയങ്കര നരകമായിരിക്കും കേട്ടോ. ആ ഒരു ടൈമിൽ തന്നെ അതിനെ ഉപേക്ഷിച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക, അതായത് ഒരു ജോലി നേടുക, ഒരു കുഞ്ഞുണ്ടോ അതിനെ വളർത്താൻ ശ്രമിക്കുക, അല്ലാതെ ആരുടെയും അടിമയായിട്ട് മുന്നോട്ട് പോകാതിരിക്കുക. പിന്നെ വിവാഹത്തിന് മുമ്പ് അഫെയർ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് സാധാരണമാണ്. ഇൻഫാക്ച്വേഷൻ നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടാകുന്ന സംഭവമാണ്. അതൊരു പ്രേമമല്ല. പ്രേമമായിട്ടുള്ളവരാണെങ്കിൽ അവർ കെട്ടുന്നത് 100-ൽ ഒരു 10% പേര് മാത്രമേ കാണത്തുള്ളൂ സ്നേഹിക്കുന്നവർ വിവാഹം കഴിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാവരും വേറെ ആലോചന വിവാഹമായിരിക്കും നടത്തുന്നത്. അപ്പം ഈ ഒരു കഴിഞ്ഞതിന് ശേഷവും തൻ്റെ പങ്കാളികൾ, അതായത് വൈഫായാലും ഹസ്ബൻഡ് ആയാലും, ഇപ്പം ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും സത്യം പറഞ്ഞാൽ സത്യസന്ധത പുലർത്തുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ സ്വർഗം എന്ന് പറയുന്നത്. ആരവിടെ തെറ്റ് ചെയ്താലും ആ ഒരു ലൈഫ് പിന്നെ നരകമായി മാറിക്കൊണ്ടിരിക്കും. ഈ കുട്ടിയുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ടുണ്ടല്ലോ, ഭയങ്കരമായിട്ട് വിഷമം വന്നു. അതുകൊണ്ടാണ് കേട്ടോ ഇതെടുത്ത് റിയാക്ട് ചെയ്തത്. ഇനിയെങ്കിലും ഇത് കാണുന്നവരിൽ ഒരു 10% പേരെങ്കിലും ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ, നിങ്ങളെ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് അറിഞ്ഞിട്ടില്ല എങ്കിൽ അത് അവിടെ ഉപേക്ഷിച്ച് അവരോടൊപ്പം സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതുപോലെ ഈ സംശയം എന്ന് പറയുന്ന രോഗം ഉണ്ടല്ലോ, അതൊരു ഭയങ്കര ഒരു ഇതാണ്. അത് ഉണ്ടെങ്കിൽ അതൊന്ന് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു കൗൺസിലിങ്ങിലോടോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണുകയൊക്കെ ചെയ്ത് ഒന്ന് പെട്ടെന്ന് ആ ഒരു അസുഖം മാറ്റിയെടുത്ത് ജീവിതം സന്തോഷകരമാക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ പോലും ഈ ഒരു ഇതിൽ വളരെയധികം ദുഃഖിക്കേണ്ടി വരും കേട്ടോ. നമ്മൾ വിചാരിക്കും നമ്മുടെ ഭാര്യമാർ നമ്മളിങ്ങനെ കുറ്റം പറയുമ്പോൾ അത് വേറെ ആരെയും എഫക്റ്റ് ചെയ്യില്ല എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ആ വീട്ടിൽ വളരുന്ന കുഞ്ഞു മക്കൾ വളരെയധികം ഡിപ്രസ്ഡ് ആവും. അതുമാത്രമല്ല അവർ നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിലുള്ള കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ഞാൻ സ്കൂളിലൊക്കെ നമ്മുടെ ഒരുപാട് കേസുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു പോയുണ്ടല്ലോ, നിർത്താൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.